ബാറുകളിൽ നിന്ന് വരുമാനം എങ്ങോട്ടാണ് ഒഴുകുന്നത്? ഉമ്മൻചാണ്ടി അധികാരമൊഴിയുമ്പോൾ ആകെ സംസ്ഥാനത്തുണ്ടായിരുന്നത് 29 ബാറുകളാണ്. അതിന്ന് 902 മാറിയിരിക്കുന്നു. 50ഓളം പുതിയ ബാറുകൾക്ക് സർക്കാർ ഉടൻ അനുമതി നൽകുമെന്നും ലഭിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് ബാറുകൾ ആവശ്യപ്പെടുന്നവർക്കെല്ലാം കൊടുക്കാനാണ് സർക്കാരിന്റെ നീക്കവും. 2024-25 ബാറുകളിൽ നിന്ന് ഖജനാവിലേക്ക് എത്തിയത് 566.93 കോടി രൂപ മാത്രമാണ്. ഒരു ബാറിൽ നിന്ന് 1 കോടി പോലും ഖജനാവിൽ എത്തുന്നില്ലെന്ന് കണക്കുകളിൽ നിന്ന് വ്യക്തം. 2016 വരെ കോമ്പൗണ്ടിംഗ് സമ്പ്രദായത്തിൽ നികുതി ഒടുക്കാത്ത ബാർ ഹോട്ടലുകളിൽ എല്ലാ വർഷവും നിർബന്ധിത ഇന്റലിജൻസ് പരിശോധന നടത്തുകയും ബാർ ഹോട്ടലുകൾ മദ്യം പെഗ്ഗളവിൽ വിൽക്കുമ്പോൾ വാങ്ങുന്ന വിലയിൽ അടങ്ങിയിരിക്കുന്ന ലാഭശതമാനം തന്നെയാണോ പ്രതിമാസ റിട്ടേണുകൾ കാണിച്ചിരിക്കുന്നതെന്ന് പരിശോധിക്കുകയും വെട്ടിപ്പ് ബോധ്യപ്പെട്ടാൽ പിഴ ഈടാക്കുകയും ബന്ധപ്പെട്ട നികുതി നിർണയ അധികാരിക്ക് ഈ വിവരം കൈമാറുകയും ചെയ്തിരുന്നു. നികുതി നിർണയം നടത്തുമ്പോൾ ഈ ലാഭശതമാനം ടേൺ ഓവർ ടാക്സ് കണക്കാക്കാനുള്ള അളവുകോലായും ഉപയോഗിച്ചു പോന്നു. എന്നാൽ 2017 ശേഷം ഇത്തരം പരിശോധനകൾ ഒഴിവാക്കി ബാറുകൾ തയ്യാറാക്കി കൊണ്ടുവരുന്ന കണക്കുകൾ അംഗീകരിച്ച് നികുതി നിർണയം നടത്തി നൽകുവാൻ നികുതി നിർണയ അധികാരി നിർബന്ധിതമാകുന്നു. അതുപോലെ തന്നെ ഭൂരിഭാഗം ബാർ ഹോട്ടലുകളും നികുതി റിട്ടേണുകൾ സമയബന്ധിതമായി ഫയൽ ചെയ്യുന്നുമില്ല. ഇവർക്കെതിരെ യാതൊരുവിധ കർശന നടപടികൾ സ്വീകരിക്കാനും സർക്കാർ മുതിരുന്നുമില്ല. ഇതിനെല്ലാം വേണ്ട ഒത്താശ ചെയ്യുകയാണ് നികുതി വകുപ്പ് മേധാവികൾ. ഇതുമൂലം സംസ്ഥാനത്തിന് വൻ സാമ്പത്തിക നഷ്ടമാണ് വരുമാന മേഖലയിൽ തന്നെ ഉണ്ടാകുന്നത്. 65 ബാറുകളിൽ മാത്രമാണ് പരിശോധന നടന്നത്. 9.67 കോടിയുടെ വെട്ടിപ്പ് കണ്ടെത്തിയെങ്കിലും പിരിച്ചെടുത്തത് 1.12 കോടി മാത്രം. ബാറുകളിൽ കൃത്യമായി പരിശോധന നടത്തിയാൽ ഇപ്പോൾ ലഭിക്കുന്നതിന്റെ 5 ഇരട്ടിയെങ്കിലും ഖജനാവിലേക്ക് എത്തുകയും ചെയ്യും. കേന്ദ്രത്തിൽ നിന്ന് കടമെടുത്ത് ചിലവാക്കാനുള്ള ബാലഗോപാലിന്റെ ശുഷ്കാന്തി ബാറുകളിലെ വരുമാനം ഖജനാവിൽ എത്തിക്കുന്നതിന് പര്യാപ്തമാകുന്നില്ല. ബാറുകളിലെ പണം ഒഴുകുന്നത് എങ്ങോട്ട് എന്ന ചോദ്യത്തിന്റെ പ്രസക്തി അതുകൊണ്ട് തന്നെ അനുദിനം വർദ്ധിക്കുകയാണ്. ബാറുകളാണ് സംസ്ഥാന സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം എന്ന് നമുക്കേവർക്കും അറിയാം. ഇപ്പോൾ പുതിയ ചില പരിഷ്കാരങ്ങൾ കൂടി നടത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് എല്ലാ മാസവും 1-ാം തീയതിയിലെ ഡ്രൈ ഡേ നിയമത്തിൽ സർക്കാർ ഇളവ് വരുത്തുകയും ചെയ്യുന്നു. സമ്മേളന വെഡ്ഡിംഗ് ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രത്യേക അനുമതിയോടെ ഹോട്ടലുകളിൽ മദ്യം വിളമ്പാൻ അനുവദിച്ചുകൊണ്ട് സർക്കാർ വിദേശ മദ്യചട്ടത്തിൽ ഭേദഗതി വരുത്തി. പുതിയ നിയമം ഓഗസ്റ്റ് 1 മുതൽ പ്രാബല്യത്തിൽ വരും. 3 സ്റ്റാർ മുതലുള്ള ഹോട്ടലുകൾ, ഹെറിറ്റേജ് ഹോട്ടലുകൾ, ബ്യൂട്ടിക് ഹോട്ടലുകൾ, മലയോര തീരദേശ റിസോർട്ടുകൾ ഉൾപ്പെടെ എന്നിവയ്ക്കാണ് ഈ ഇളവ് ബാധകമാകുക. ഈ സ്ഥാപനങ്ങളിൽ നടക്കുന്ന സമ്മേളനങ്ങൾക്കും വിവാഹ സൽക്കാരങ്ങൾക്കും മദ്യം വിളമ്പാൻ പ്രത്യേക ലൈസൻസും നേടാം. 1-ാം തീയതി ഹോട്ടലിൽ നടക്കുന്ന സമ്മേളനത്തിന്റെയോ വിവാഹ സൽക്കാരത്തിന്റെയോ വിശദാംശങ്ങൾ സഹിതം 7 ദിവസം മുമ്പ് എക്സൈസ് കമ്മീഷണർക്ക് അപേക്ഷ നൽകണം. ഒരു ദിവസത്തെ പ്രത്യേക ലൈസൻസിനായി 50,000 രൂപയാണ് ഫീസും. മുൻകൂട്ടി അനുമതി വാങ്ങിയ ചടങ്ങിൽ മാത്രമേ മദ്യം വിളമ്പാൻ പാടുള്ളൂ എന്നും നിയമമുണ്ട്. നിലവിൽ ബാർ ലൈസൻസ് ഇല്ലാത്ത ഹോട്ടലുകൾക്കും ഈ പ്രത്യേക ലൈസൻസിനായി അപേക്ഷിക്കാൻ സാധിക്കുമെന്നത് ഭേദഗതിയിലെ പ്രധാനപ്പെട്ട സവിശേഷതയാണ്. ബെവ്കോ സർക്കാരിന്റെ ഐശ്വര്യമാണെന്നും മദ്യവിൽപ്പനയിൽ നിന്നുള്ള വരുമാനം 14,853 കോടി രൂപ കടന്നുവെന്നും മുൻ വർഷത്തേക്കാൾ 1,579 കോടിയുടെ വർധനമാണെന്നൊക്കെയാണ് സർക്കാർ പറയുന്നത്. ബിവറേജസ് കോർപ്പറേഷൻ സർക്കാരിന്റെ ഐശ്വര്യമാണെന്നും ബെബ്കോയിൽ നിന്ന് ലഭിക്കുന്ന നികുതി വരുമാനത്തിൽ കുത്തനെ വർധനമുണ്ടായെന്നും GST വകുപ്പ് പറയുന്നുണ്ട്. 2023-24 13,274.17 കോടിയായിരുന്നു ബെബ്കോയിൽ നിന്നുള്ള നികുതി വരുമാനം. 2024-25 ഇത് 14,853.2 കോടിയായി ഉയർന്നു. വർധന 1,579.11 കോടിയായി ഇപ്പോഴും ഉയർന്നു. എന്നാൽ പെഗ് റേറ്റിൽ മദ്യം വിൽക്കുന്ന ബാറുകളുടെ നികുതിയിൽ ഈ വളർച്ച ഉണ്ടാകാത്തത് ദുരൂഹവുമാണ്. 2022-23 ബാറുകളിൽ നിന്ന് 617.23 കോടി രൂപ ലഭിച്ചെങ്കിൽ 2024-25 ഇത് 669.93 കോടിയായി കുറയുകയായിരുന്നു ചെയ്തത്. മദ്യത്തെ GSTയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നതിനാൽ പിരിക്കുന്ന നികുതി അത്രയും സംസ്ഥാന സർക്കാരിനും ലഭിക്കും. ബാറുകളിലെ പരിശോധന പേരിന് മാത്രമാണ്. വരുമാനം കുറയുന്നതിന്റെ കാരണവും ഇതുതന്നെയാണെന്നാണ് കണക്ക് കൂട്ടപ്പെടുന്നത്. 65 ബാറുകളിൽ മാത്രമാണ് പരിശോധന നടത്തിയത്. 9.67 കോടിയുടെ വെട്ടിപ്പ് കണ്ടെത്തിയെങ്കിലും പിരിച്ചെടുത്തത് 1.12 കോടി മാത്രം. ബാറുകൾ കൃത്യമായി പരിശോധന നടത്തിയാൽ ഇപ്പോൾ ലഭിക്കുന്നതിന്റെ 5 ഇരട്ടിയെങ്കിലും ഖജനാവിലേക്ക് എത്തുമെന്ന് ഉറപ്പാണ്. എന്നാൽ ഈ ബാറുകളുടെ പണം എങ്ങോട്ടാണ് ഒഴുകുന്നതെന്ന കാര്യത്തിൽ ഇപ്പോൾ സംശയവും ബാക്കിയാവുന്നു.